ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുധാരണ കാനഡ എന്ന രാജ്യം ഒരു ക്രിസ്തീയ രാജ്യമാണെന്നാണ്. കണക്കുകൾ നോക്കിയാൽ അത് ശരിയുമാണെന്നേ. 67% കേട്ടോ അവിടുത്തെ ക്രൈസ്തവരുടെ അനുപാതം. എന്നാൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് കാനഡയിൽ നിന്ന് വരുന്ന വാർത്തകൾ വേദനാജനകമാണ്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും അടിസ്ഥാനമിട്ട് പടുത്തുയർത്തപ്പെട്ട ഒരു രാജ്യം ഇന്ന് അതിൻ്റെ ചരിത്രം മറന്നു പോവുകയാണ്, അതിൻ്റെ വേരുകൾ മുറിച്ചു കളയുകയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ പള്ളിക്കുള്ളിലെ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും അതൊരു ക്രിമിനൽ കുറ്റമായി മാറിയേക്കാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? അതെ, കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസ്, അവരുടെ പാർലമെൻറ്റ് ഇപ്പോൾ പാസ്സാക്കിയ ബിൽ C9 എന്ന പുതിയ നിയമം അത്തരമൊരു ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാനിത് വിശദമായി ഒന്ന് പറയുവാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ ന്യൂസ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ലോകമെങ്ങും നടക്കുന്ന ക്രിസ്തീയ വാർത്തകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയുവാനും കേൾക്കുവാനും അനലൈസ് ചെയ്യുവാനും ഇത് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. എന്താണ് ഈ ബിൽ C9 നിയമം അഥവാ കോമ്പാറ്റിംഗ് ഹെയ്റ്റ് ആക്ട്? വിദ്വേഷ പ്രസംഗങ്ങളെയും ആക്രമണങ്ങളെയും തടയാൻ എന്ന പേരിൽ കൊണ്ടുവന്ന ഈ നിയമം യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. 2026 മാർച്ച് 25 കേട്ടോ ഈ നിയമം പാസ്സാക്കിയത്. അതായത് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഓർക്കണേ, ഇക്കാലം വരെ കാനഡയിലെ നിയമം അനുസരിച്ച് ബൈബിളിനെ അടിസ്ഥാനമാക്കി നല്ല ഉദ്ദേശത്തോടെ സംസാരിക്കുന്നത് വിദ്വേഷ പ്രസംഗത്തിൻ്റെയോ ക്രിമിനൽ കുറ്റത്തിൻ്റെയോ പരിധിയിൽ വരുമായിരുന്നില്ല. എന്നാൽ പുതിയ ഭേദഗതിയോടെ ക്രൈസ്തവർക്ക് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുവാനുണ്ടായിരുന്ന ആ നിയമ പരിരക്ഷ സർക്കാർ നീക്കം ചെയ്തിരിക്കുകയാണ്. അതായത് ബൈബിളിലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് മറ്റൊരാൾക്ക് വിദ്വേഷമായി തോന്നിയാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്നാൽ അയാൾക്ക് കോടതിയെ സമീപിക്കാം, പരാതിപ്പെടാം. നിങ്ങളെ കാത്തിരിക്കുന്നത് സുദീർഘമായ നിയമ പോരാട്ടവും ജയിൽ ശിക്ഷയും ഒക്കെ ആയിരിക്കാം. ബിൽ C9 നിയമം രൂപപ്പെട്ടതിന് പിന്നിൽ കാനഡയിലെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും രാഷ്ട്രീയ അനിവാര്യതകളും ഉണ്ട് എന്നത് ശരിയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം കാനഡയിൽ ജൂതവിരുദ്ധതയും ഇസ്ലാമോഫോബിയയും ക്രമാതീതമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ജൂത സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ നടന്ന വെടിവെപ്പുകളും ബോംബ് ഭീഷണികളും സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. 2022 മുതൽ 24 വരെയുള്ള കാലയളവിൽ ജൂതവിരുദ്ധ ആക്രമണത്തിൽ 124% വർധനവാണ് രാജ്യത്തുണ്ടായത്. ബിനെ ബ്രിത് കാനഡ പോലെയുള്ള ജൂത സംഘടനകൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പുതിയൊരു നിയമത്തിനു വേണ്ടി ശക്തമായി വാദിച്ചു. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ നിയമകാര്യ മന്ത്രി ഷോൺ ഫ്രേസർ ആണ് 2025 സെപ്റ്റംബറിൽ ഇങ്ങനെ ഒരു ബിൽ അവതരിപ്പിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബിൽ, ഇങ്ങനെ ഒരു നിയമം കാനഡയിൽ പാസ്സായത്? അതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പുണ്ടെന്നേ. കാനഡയിൽ നിലവിലെ ലിബറൽ ഗവൺമെന്റിന് പാർലമെന്റിൽ ആവശ്യത്തിന് ഭൂരിപക്ഷമില്ലായിരുന്നു. അവർക്ക് ഭൂരിപക്ഷം തികയ്ക്കുവാൻ ബ്ലോക്ക് ക്യുബെക്വ എന്ന ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ആവശ്യമായിരുന്നു. കടുത്ത സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുന്ന ഈ പാർട്ടി മുന്നോട്ട് വെച്ച നിബന്ധനയായിരുന്നു മതപരമായ പരിരക്ഷകൾ നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത്. അധികാരത്തിനു വേണ്ടി ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തെ ബലി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നാം അവിടെ കണ്ടത്. യഥാർത്ഥത്തിൽ വിദ്വേഷം തടയാൻ എന്ന വ്യാജേനെ വിശ്വാസത്തിൻ്റെ കണ്ടനാളം ഞെരിക്കുകയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മതപരമായ പരിരക്ഷ ഇല്ലാതാകുന്നതോടെ ഏത് വചനമാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം കോടതിക്കും പോലീസിനും ലഭിക്കുന്നു. വേദപുസ്തക വാക്യങ്ങളുടെ അർത്ഥവും പശ്ചാത്തലവും വിശകലനം ചെയ്യുവാൻ, അതിനെ വ്യാഖ്യാനിക്കുവാൻ നിയമ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഒരു പ്രസംഗം വിദ്വേഷമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാൻ കോടതി ശ്രമിക്കുമ്പോൾ അത് മതപരമായ കാര്യങ്ങളിലെ സ്റ്റേറ്റിൻ്റെ അനാവശ്യമായ ഒരു ഇടപെടലായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബൈബിളിലെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ലൈംഗികത, വിവാഹം, കുടുംബം എന്നിവയെക്കുറിച്ചുള്ള വാക്യങ്ങൾ ആധുനിക ലിബറൽ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണെന്നേ നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിയമം ഒരു വിശ്വാസിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. വിവാഹത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് ഒരു പാസ്റ്ററോ അച്ഛനോ പ്രസംഗിച്ചാൽ
അത് വിദ്വേഷ പ്രസംഗമായി വ്യാഖ്യാനിക്കപ്പെടാം. ഇനി അതൊന്നും വേണ്ട, നിങ്ങളൊരു ബൈബിൾ വാക്യം ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യുന്നത് പോലും നിങ്ങളെ കോടതി കയറ്റാൻ കാരണമായി മാറിയേക്കാം. നോക്കൂ, കാനഡയിലെ സ്വവർഗാനുരാഗികളായ ആളുകളെ ലൈംഗിക ന്യൂനപക്ഷമായാണ് പരിഗണിക്കുന്നത്. നിങ്ങൾ സഭയിൽ ലോത്തിനെ കുറിച്ചോ സോദോം ഗൊമോറയെ കുറിച്ചോ ദൈവം വെറുക്കുന്ന പാപമാണ് സ്വവർഗ ലൈംഗികതയെന്നോ പ്രസംഗിക്കുകയോ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഒരു ബൈബിൾ വാക്യം പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ആ കാരണം കൊണ്ട് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ പുതിയ നിയമ പരിഷ്കാരത്തിന്റെ പരിണിത ഫലം. ഈ കാര്യം അറിയാവുന്നത് കൊണ്ട് പ്രസംഗകർ അത്തരം വിഷയങ്ങളിൽ തൊടുവാൻ മടിക്കും. എന്തിനാണ് വെറുതെ പുലിവാല് പിടിക്കുന്നതെന്ന് അവർ ചിന്തിച്ചേക്കുമെന്നേ. ഇതിനെ നിയമവിദഗ്ധർ ചില്ലിംഗ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ശിക്ഷിക്കപ്പെടുമെന്ന ഭയം കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം തുറന്നു പറയുവാൻ ഭയപ്പെടുന്ന അവസ്ഥ. നമ്മുടെ മക്കൾക്ക് ബൈബിൾ സത്യങ്ങൾ പകർന്നു നൽകാൻ ഭയക്കേണ്ടി വരുന്നൊരു കാലം, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റോർണി ജനറലിന്റെ പ്രത്യേകത അനുമതിയില്ലാതെ തന്നെ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ടായാൽ സഭകളും സഭാ നേതാക്കളും വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമാകേണ്ടി വരും, ഇരയാകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ മതസ്വാതന്ത്ര്യ നിയമം എന്ന പേരോട് കൂടിയാണ്. എന്നാൽ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഇത് തന്നെയാണ് കാനഡയിൽ ഈ നിയമം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാനഡയുടെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതം തോന്നും നമുക്ക്. ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം തന്നെ തുടങ്ങുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ്. ക്രൈസ്തവ മിഷണറിമാർ കെട്ടിപ്പടുത്ത വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളാണ് കാനഡയുടെ വളർച്ചയ്ക്ക് കരുത്തേകിയത്. എന്നാൽ ഇന്ന് കാനഡ ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഭരണഘടനയിൽ മാത്രം ഒതുക്കി നിർത്തി ദൈവിക നിയമങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് പടിയിറക്കാനാണ് ആധുനിക ലിബറൽ നിയമങ്ങളിലൂടെ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം കാനഡയിലെ ക്രൈസ്തവ സമൂഹത്തെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ അനീതിക്കെതിരെ കാനഡയിലെ സഭകൾ നിശബ്ദരല്ല കേട്ടോ. അവർ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്ക മെത്രാൻ സമിതിയും ഇവാഞ്ചലിക്കൽ സഭാ നേതാക്കളും ശക്തമായ പ്രതിഷേധത്തിലാണ്. ടൊറന്റോ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഫ്രാങ്ക് ലിയോ ഉൾപ്പെടെയുള്ളവർ സെനറ്റിലേക്ക് ഇതിനകം തന്നെ കത്തയച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഭരണകൂടം പറയുന്നത് ബിൽ C-9 നിയമം വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ്. അതിനായി ഫോർ ഗ്രേറ്റർ സെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു ക്ലോസ് അവർ ഉൾച്ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് വെറും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നേ സഭാ നേതാക്കൾ അങ്ങനെയാണ് പറയുന്നത്. നിയമത്തിലെ അവ്യക്തതകൾ സഭകളെ വേട്ടയാടാൻ അവസരം സൃഷ്ടിക്കുന്നവയാണെന്ന് അവർ ആരോപിക്കുന്നു. ബിൽ ഇപ്പോൾ സെനറ്റിലാണ്. മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാനഡയിലെ ക്രൈസ്തവർ, അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടെന്നേ. പഠനത്തിനു വേണ്ടി, ജോലിക്ക് വേണ്ടി അവസരങ്ങൾ തേടി കാനഡയിലേക്ക് കുടിയേറിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവരിലേറെയും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ ഇന്ന് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഭീകരമായ ഒരു അവസ്ഥയിലാണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. വചനം പറയുന്നവനും വചനം കേൾക്കുന്നവനും ജയിലിലാകാൻ സാധ്യതയുള്ള ഒരു കാലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നമുക്ക് കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വിവേകം നഷ്ടമാകാതിരിക്കാനും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാനും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ഒരു തണലായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു.